മൊത്തപ്പെടുമാറാട്ടെ. നമുക്ക് ഈ സെഷനിലെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 25-ാമത്തെ വാക്യം വരെ ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെ. ഈ സഭയിലെ വിശ്വാസികൾ അവരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ കാരണം അവരിപ്പോൾ കണ്ടെത്തുന്ന കാരണങ്ങളിൽ ചിലത് എന്താണെന്നറിയാമോ? അവരുടെ ഫേവററ്റ് പ്രീച്ചേഴ്സ്, അവരുടെ ഇഷ്ടപ്പെട്ട പ്രാസംഗികരുടെ വാക്ചാതുര്യവും ജ്ഞാനവുമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ കാരണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവർ പോയി. അപ്പോൾ അപ്പൊലോസിൻ്റെയും കേഫാവിൻ്റെയും വാക്ചാതുര്യവും ജ്ഞാനവും കേട്ട് ഇഷ്ടപ്പെട്ട് ഇവരെന്താ ചെയ്തത്? അത്രയും വാക്ചാതുര്യം ഇല്ലാത്ത ആൾക്കാരെ ഇവർ പരിഗണിച്ചിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊലോസിനെ ഇഷ്ടമുള്ളവർക്ക് പൗലോസിൻ്റെ ശൈലി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സിനെയും താഴ്ത്തി കെട്ടി കാണുന്ന ഒരു ചിന്താഗതി. അപ്പോൾ പ്രാസംഗികൻ്റെ വാക്ചാതുര്യവും ജ്ഞാനവും മുന്നിൽ നിർത്തി ദൈവത്തിൻ്റെ ശക്തി, അതായത് ക്രൂശിൽ കൊണ്ട് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പിൻസീറ്റിലായിരിക്കുക. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വാക്ചാതുര്യം മാത്രമേ ഉള്ളൂ, എന്നാൽ സുവിശേഷത്തിൽ അടുത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്, അത് പിൻസീറ്റിലായിപ്പോയി. ഇത് എതിർക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് 18-ാം വാക്യം മുതൽ ചില കാര്യങ്ങൾ എഴുതുന്നത്. അതിൽ 17-ാമത്തെ വാക്യത്തിൽ എന്താണ് താൻ പറയുന്നത്? ഒന്ന് വായിച്ചേ, 17-ാമത്തെ വാക്യം. സ്നാനം കഴിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്ര ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ 18 മുതൽ 25-ാമത്തെ വാക്യം വരെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു ടൈറ്റിൽ ഇതാണ്: ലോകത്തിന് മുമ്പാകെ അപ്രസക്തമായിരിക്കുന്ന ക്രൂശിൻ്റെ സന്ദേശത്തിൻ്റെ ശക്തിയും ജ്ഞാനവും. ദ പവർ ആൻഡ് വിസ്ഡം പ്രസൻറ്റ് ഇൻ ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ദാറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ് ടു ദ വേൾഡ്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിന് മുമ്പാകെ ക്രൂശിൻ്റെ സന്ദേശം ബലഹീനവും മൂഢതയുമുള്ള ഒരു സന്ദേശമാണ്. ലോകത്തിന് മുമ്പാകെ, പ്രത്യേകിച്ച് നശിച്ചു പോകുന്നവരുടെ അടുത്ത് ഇതാണ് അവരുടെ ചിന്ത. 18-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എന്താണ് പറയുന്നത്? യെസ്, ഭോഷത്വമാണ്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. പക്ഷേ 19-ാമത്തെ വാക്യത്തിൽ യെശയ്യാവ് 29:14 ഉദ്ധരിച്ച് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. 19-ാമത്തെ വാക്യം: ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പറയുന്നതിലൂടെ പൗലോസ് ഒരു കാര്യം സ്ഥാപിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലങ്ങളേക്കാൾ അപ്പുറമാണ് ദൈവം. ഗോഡ് ഇസ് ഇൻഫിനിറ്റ്ലി അബവ് ഓൾ ദ ഫാക്കൽറ്റി ഓഫ് ദി ഹ്യൂമൻ മൈൻഡ്. ഹീ ഈസ് ഓംനിഷൻറ്റ്. സർവജ്ഞാനിയാണ് ദൈവം. അതുമാത്രമല്ല, ദൈവം സർവാധികാരി ആണ്, ശക്തിശാലിയാണ്. മനുഷ്യൻ പദ്ധതി ഇടുന്ന കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ടാണ് ദൈവത്തിൻ്റെ സർവാധികാരവും ശക്തിയുമായിരിക്കുന്നത്. 20-ാമത്തെ വാക്യത്തിൽ 4 ചോദ്യങ്ങൾ നമുക്കുണ്ട്. ആ 4 ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം: വേർ ഇസ് ദ വൺ ഹൂ ഇസ് വൈസ്? എവിടെയാണ് ജ്ഞാനി? ഓക്കെ, അവിശ്വാസികളായിട്ടുള്ള എല്ലാ യവനന്മാരെ പറ്റിയുള്ള ചോദ്യമാണ് ഇവിടെ. കാരണം ഫിലോസഫിക്ക് എന്താ മലയാളത്തിൽ പറയുന്നത്? തത്വജ്ഞാനം. എല്ലാ തത്വജ്ഞാനത്തിലും ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന യവനന്മാരെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനത്തിൽ ഊന്നിക്കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ച ഈ വ്യക്തികൾ ഇപ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ട് എവിടെ കിടക്കുന്നത്? വേറെ അതെ. രണ്ടാമത്, എവിടെയാണ് ശാസ്ത്രി? വേർ ഇസ് ദ സ്ക്രൈബ്? ഇത് ഹൂ ഇസ് എ സ്ക്രൈബ്? ശാസ്ത്രി എന്താണ്? പഴയ നിയമ തിരുവെഴുത്ത് യഹൂദന്മാരെ പഠിപ്പിക്കുന്നതിലും പഴയ നിയമ തിരുവെഴുത്തുകളെ പുതിയ മെറ്റീരിയലിലേക്ക് കോപ്പി ചെയ്യുന്ന ആൾക്കാരാണ് ശാസ്ത്രിമാർ. അന്നത്തെ കാലത്ത് ഫോട്ടോ കോപ്പി മെഷീനൊന്നും ഇല്ലല്ലോ, സെറോക്സ് കോപ്പി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യാലുള്ള എഴുത്തുകളാണ്
ഇവർ ചെയ്തിരുന്നത്, ടു കോപ്പി ഇൻ ടു ന്യൂയർ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ദൈവത്തോടുള്ളവരുടെ ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിൽ യഹൂദന്മാരെവിടെ? ജാതികൾ ഈ കാര്യത്തിൽ എവിടെ? യഹൂദന്മാർ ഈ കാര്യത്തിൽ എവിടെ? അടുത്ത ചോദ്യം എന്താ? വാട്ട് ഓർ വേർ ഇസ് ദ ഡിബേറ്റർ ഓഫ് ദിസ് ഏജ്? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? താർക്കികൻ. All religious orators who are involved in eloquent and wisdom debates, വാക്ചാതുര്യമുള്ള ജ്ഞാനത്തിൻ്റെ തർക്കശാസ്ത്രത്തിൽ ഏർപ്പെടുന്ന എല്ലാ മതപ്രസംഗികർ അവരെവിടെ? ഹാവ് ദേ ഡിബേറ്റഡ് ദർ വേ ടു ഗോഡ്? തർക്കിച്ച് അവർ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ചോദ്യങ്ങൾ ഇവിടെ കണ്ടു. 4ാമത്തെ ചോദ്യം ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്. 20ാമത്തെ വാക്യത്തിൽ 4 ചോദ്യമുണ്ട്. 4ാമത്തെ ചോദ്യം ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്. എന്താണ് 4ാമത്തെ ചോദ്യം? ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷകമാക്കിയില്ലയോ? യഹൂദനെവിടെ? തർക്കശാസ്ത്രം ചെയ്യുന്ന ആളെവിടെ? യവനെവിടെ? അവരെല്ലാം ദൈവം നിഷ്ഫലമാക്കി. എങ്ങനെ എന്നുള്ള ഉത്തരമാണ് നമ്മൾ 21ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷകത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം കാണുന്നത്. അവിശ്വാസികളായിരിക്കുന്ന യഹൂദന്മാരും യവനന്മാരും മനുഷ്യരിൽ നിന്നും ഉത്ഭവിക്കുന്ന ജ്ഞാനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം അനുവദിച്ചില്ല. God didn't allow the world to know God through wisdom that originates from man. See, മനുഷ്യനുണ്ടാക്കിയ തത്വജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യനുണ്ടാക്കിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോടൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യനുണ്ടാക്കിയ ചില മാനദണ്ഡങ്ങൾ എന്താ? അതാണ് നമ്മൾ 22ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദ ജൂസ് ഡിമാൻഡഡ് സയൻസ്. അടയാളങ്ങളാണ് യഹൂദന്മാർ നോക്കി ഇരിക്കുന്നത്. അത് മശീഹ എന്ന നിലയിൽ അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അടയാളങ്ങൾ എന്തൊക്കെ? ഓക്കെ, അതാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് യവനന്മാർ ജ്ഞാനത്തെ അന്വേഷിച്ചു. അവരുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ തത്വജ്ഞാനത്താൽ രൂപീകരിച്ച അവരുടെ മനസ്സുകളെ തൃപ്തിപ്പെടുത്താനുള്ള ജ്ഞാനം അവർ അന്വേഷിച്ചു. യഹൂദന്മാർ അടയാളങ്ങളും യവനന്മാർ തത്വജ്ഞാനത്തെയും അന്വേഷിച്ചു. വാട്ട് ദേ ഹേർഡ് വാസ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. ഇവർ കേട്ടതെന്താ? ക്രൂശിൻ്റെ സന്ദേശം. മനുഷ്യ കേന്ദ്രമായിരിക്കുന്ന ഒരു അന്വേഷണം ദൈവം നിഷ്ഫലമാക്കി. ഇവർ അടയാളങ്ങളെ അന്വേഷിച്ചു, മറ്റു കൂട്ടർ ജ്ഞാനത്തെ അന്വേഷിച്ചു. കിട്ടിയത് ക്രൂശും. ക്രൂശിലൂടെ ഇവരുടെ പെർസ്യൂട്ടിനെ ദൈവം നിഷ്ഫലമാക്കി. വാട്ട് ഇസ് ദ മെസ്സേജ്? ജീസസ് ഇസ് ക്രൂസിഫൈഡ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 23ാമത്തെ വാക്യം. So how did the preaching of Christ crucified negate these people's pursuits? ഇവരുടെ ഈ അന്വേഷണത്തെ നിഷ്ഫലമാക്കിയത് എങ്ങനെയാണ്? ഒന്നാമതായിട്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന്മാർക്ക് എന്തായി തീർന്നു? ഇടർച്ചക്കല്ലായി തീർന്നു. a stumbling block to the Jews. കാരണം അവരുടെ മനസ്സിൽ, യഹൂദന്മാരുടെ മനസ്സിനെ ഫിറ്റ് ചെയ്യുന്ന ഒരു മശീഹയായിരുന്നു യഹൂദന്മാർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ നിന്നും സ്വതന്ത്രരാക്കുന്ന ഒരു മശീഹയാണ്, ഒരു പൊളിറ്റിക്കൽ മെസ്സേജയാണ് അവർ ചിന്തിച്ചിരുന്നത്. നാഷണൽ ഫ്രീഡം കൊടുക്കുന്ന ഒരു മശീഹ, ഇസ്രായേലിലെ ശത്രുക്കളെ കൊല്ലുന്നൊരു മശീഹ. ശരിയാണ്, പഴയ നിയമത്തിൽ ഇസ്രായേൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ ഒരു രാജ്യം എന്ന നിലയിൽ വീണ്ടെടുക്കും. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇസ്രായേലിൻ്റെ ആത്മിക യഥാസ്ഥാനവും നടക്കും. പൊളിറ്റിക്കൽ റെസ്റ്റോറേഷൻ, സ്പിരിച്വൽ റെസ്റ്റോറേഷൻ. എന്നാൽ ഇതിൽ ആദ്യം നടക്കുന്ന ഏതാ? സ്പിരിച്വൽ റെസ്റ്റോറേഷൻ. ആത്മികമായിട്ടുള്ള യഥാസ്ഥാനം നടന്നതിന് ശേഷമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിക്കുന്നത്. അതാണ് വചനത്തിലെ ക്രമം. എന്നാൽ
കഷ്ടം സഹിക്കുന്ന മശിഹ എന്നുള്ള പഴയ നിയമ തിരുവെഴുത്തിനെ ഇവർ തിരസ്കരിച്ച് ഒരു പൊളിറ്റിക്കൽ മെസ്സായനെ മാത്രമേ അവൻ അന്വേഷിച്ചുള്ളൂ. അപ്പോൾ കാണുന്നത് യേശുവിനെ മറ്റുള്ളവരെ കൊല്ലുന്നതിന് പകരം സ്വന്തം പ്രാണൻ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു മെസ്സിഹയെ അവർ കണ്ടു. ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ ഒരു മശിഹയെ അവർ അന്വേഷിച്ചു. ഉണ്ടാക്കിയതോ വിശ്വസിക്കാനാവാത്ത 12 പേരിലുള്ള ഒരു കൂട്ടം. അടിയെന്ന് പറയുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന 11 പേര്, ചതിയിലായിരിക്കുന്ന മറ്റൊരു. സോ ദിസ് ഡസൻറ്റ് ഫിറ്റ് ദെയർ ഐഡിയ ഓഫ് മസായ. ഓക്കെ, അതുമാത്രമല്ല ഈ മശിഹ ക്രിസ്തു യേശു ക്രൂശ് മരണമാണ് അദ്ദേഹത്തിൻ്റെ മരണ കാരണം. അപ്പോൾ ആവർത്തന പുസ്തകം 21-ന്റെ 22, 23 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ. അപ്പോൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്രൂശിക്കപ്പെട്ട യേശു അവരുടെ കണ്ണിൽ എന്താ ശപിക്കപ്പെട്ടവനാണ്. സോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ എങ്ങനെയാണ് ഒരു യഹൂദൻ സ്വമേധയെ നോക്കുന്നത്? തിരുവെഴുത്ത് അതിന് വിരോധമാണ്, അവരുടെ പ്രതീക്ഷകൾ വിരോധമാണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് ശാപമൃത്യു ഏറ്റ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് കാണുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്, ഒരിക്കലുമല്ല. ഇനി 23-ാമത്തെ വാക്യത്തിൽ ജാതികൾക്ക് അതെന്താണ്? ഭോഷത്വമാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും. യെസ്, ജാതികൾക്ക് ഭോഷത്വം. ഗ്രീക്ക് ആൾക്കാർ അല്ലെങ്കിൽ അന്നത്തെ ജെൻറ്റൈൽസ് അവരെല്ലാവരും ക്രൂശിനെ കണ്ടിരുന്നത് നിന്ദയുടെയും ലജ്ജയുടെയും ഒരു അടയാളമായിട്ടാണ്. എന്നുവെച്ചാൽ പൊതുസ്ഥലത്ത് ഇതിനെപ്പറ്റി, ഈ ക്രൂശീകരണ പ്രക്രിയയെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത്. സംതിങ് that they didn't even discuss in polite company. യവനന്മാർ അവരുടെ മനസ്സുകൊണ്ട് സത്യത്തെ അന്വേഷിക്കാൻ ശ്രമിച്ചു. ക്രൂശീകരണം റോമൻ സർക്കാർ കൊടുക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ക്രിമിനലിനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ വേദനാജനകമായിട്ടുള്ള നിന്ദാകരമായിട്ടുള്ള ഒരു മരണം, ഒരു കുറ്റവാളിയായിട്ട് മരിച്ച ഒരു വ്യക്തിയെ നോക്കിയാൽ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ആളിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇറ്റ്സ് അൺതിങ്കബിൾ ഫോർ ദം ദാറ്റ് എ സേവിയർ ഇസ് പോർട്രേഡ് ആസ് ഹെൽപ്ലെസ് ആൻഡ് വീക്ക്. ഈ രക്ഷകൻ ബലഹീനനായിട്ട് നിസ്സഹായനായിട്ട് കിടക്കുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണ് റോമൻ ചിന്താമണ്ഡലം അനുസരിച്ച്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരു യഹൂദൻ യേശുവിനെ ശപിക്കപ്പെട്ടവനായിട്ട് കാണുന്നു. നശിച്ചു പോകുന്ന ഒരു യവനൻ യേശുവിനെ ഒരു കുറ്റവാളിയായിട്ട്, നിസ്സഹായനായിട്ട്, ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് കാണുന്നു. അപ്പോൾ ഇതെന്താ പിന്നെ കലാശിക്കുന്നത്? യഹൂദന്മാരും ജാതികളും ഒരുപോലെ സുവിശേഷ സന്ദേശത്തെ ഭോഷത്തരമായിട്ടും ബലഹീനതയായിട്ടും കാണുന്നു. അതുകൊണ്ട് എന്താ പറ്റുന്നത്? അവരെ തന്നെ ജ്ഞാനികളായിട്ട് അവരോധിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തി, ദൈവത്തിനെ നഷ്ടപ്പെടുത്തി. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്, ഹൗ ഇസ് ദ ഗോസ്പൽ ഓഫ് ദ ക്രോസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ് അമംഗ് ദോസ് ഹു ബിലീവ്. വിശ്വസിക്കുന്നവരുടെ ഇടയിൽ ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രദർശനമായി തീരുന്നത്? അതാണ് നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. വായിച്ചു 24. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ദർ. യഹൂദന്മാരുടെയും യവനന്മാരുടെയും ഇടയിലും ഒരു കൂട്ടരുണ്ട്. സ്വമേധ ദൈവത്തെ അന്വേഷിച്ച് വന്നവരല്ല, മറിച്ച് വിളിക്കപ്പെട്ടവർ. ദേ ആർ കോൾഡ് ബൈ ഗോഡ്. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ വ്യക്തികളെല്ലാം വിശ്വസിച്ചു എന്ന് പറയുന്നത് അപ്പോലോസിൻ്റെ പ്രസംഗം കേട്ട് എനിക്ക് എങ്ങനെ യെസ് പറയാതിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരെല്ലാം ഇതിരിക്കുന്നത്. കേഫാവിൻ്റെ മെസ്സേജ് അത്രത്തോളം നല്ലതായിരുന്നു, പൗലോസിൻ്റെ കേട്ട് ആര് യെസ് പറയും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തോട് പൗലോസ് പറയുന്നത്, യഹൂദനായിക്കോട്ടെ ജാതികളായിക്കോട്ടെ, ദൈവം വിളിച്ചവർ എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണുന്നത്? ദാറ്റ്സ് വെയർ യു ഷുഡ് സ്റ്റാർട്ട്. ഓക്കെ,
ദൈവം വിളിച്ച വ്യക്തികൾ ക്രിസ്തുവിനെ എന്തായിട്ടാണ് കാണുന്നത്? ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയായിട്ടും ജ്ഞാനമായിട്ടും ക്രിസ്തുവിനെ കാണും. അത് ദൈവം വിളിച്ചുകൊണ്ട് മാത്രം കാണുന്നത്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ വ്യക്തമായിട്ട് കാണും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നശിച്ചു പോകുന്നവൻ ശപിക്കപ്പെട്ടവനായിട്ട് കാണുമ്പോൾ വിളിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് യേശുവിനെ കാണുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറ്റവാളിയായിട്ട് ലോകം കാണുമ്പോൾ വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിനെ കാണുന്നത് പാപരഹിതനായിട്ടും പരിശുദ്ധനായിട്ടുമാണ്. They acknowledge the reality of the power of God in terms of sin and Satan being defeated through Jesus' death. ക്രൂശിൽ യേശുവിൻ്റെ മരണത്തിലൂടെ പാപത്തിൻ്റെയും സാത്താൻ്റെയും പരാജയം നടന്നു എന്നുള്ള കാര്യത്തിലൂടെയുള്ള ദൈവിക ശക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. They see the power of God through faith. വിശ്വാസത്താൽ അവർ ദൈവത്തിൻ്റെ ശക്തിയെ കാണും. അപ്പോൾ ഉൽപ്പത്തി 3:15 എന്താ പറയുക, ക്രൂശിക്കപ്പെട്ട മെശിഹയുടെ ആ സംഭവം അവിടെ പൂർത്തീകരിച്ചു എന്നുള്ളത് അവർ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. They see the reality of forgiveness being available through the Messiah. മെശിഹയിലൂടെ പാപക്ഷമ ലഭിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ കാണുന്നു. All of these are faith things. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വെളിപ്രകാരം അവർ എന്താ കാണുന്നത്? ദൈവിക നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും ക്രൂശിൽ ഒരുമിപ്പിക്കുന്നതാണ് അവർ കാണുന്നത്. മരണത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ മരണത്തിൻ്റെ തോൽവിയുടെ യാഥാർത്ഥ്യം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ അവർക്കത് കാണാൻ സാധിക്കുന്നു. ദൈവ ശക്തിയുടെ വ്യാപാരം അവിടെയും കാണുന്നു. They receive Christ who is the wisdom, redemption, righteousness and sanctification. ജ്ഞാനം, വീണ്ടെടുപ്പ്, നീതി, ശുദ്ധീകരണം എന്ന നിലയിൽ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കണം. ജ്ഞാനത്താൽ ലോകത്തിന് പ്രാപിക്കാൻ കഴിയാഞ്ഞത് ദൈവ ഇഷ്ടത്താൽ അത് സാധിപ്പിച്ചു. അതും പ്രസംഗിക്കപ്പെടുന്ന ഈ സന്ദേശത്തിൻ്റെ പോഷത്തിനും ഉപയോഗിച്ച് ദൈവം വിശ്വസിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുന്നു. God was pleased to use the foolishness of what was preached to save those who believe. ഈ ഭാഗം അവസാനിക്കുന്നത് 25-ാമത്തെ വാക്യത്തിലാണ്. നമുക്കതൊന്ന് വായിക്കാം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതുമാകുന്നു. ഓക്കെ, ചില ആൾക്കാർ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണയിലാണ് ഇത് വായിക്കുന്നത്. അതായത് ദൈവത്തിന് പോഷത്തരമുണ്ട്, ബലഹീനതയുണ്ട് എന്നുള്ളത്. വാട്ട് ഡസ് ദിസ് മീൻ? ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ലോകം സുവിശേഷം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഫൂളിഷ്നെസ് ആയിട്ട് ലോകത്തിന് തോന്നും, ബലഹീനതയായിട്ട് ലോകത്തിന് തോന്നും. പക്ഷേ ലോകം ഇതിനെ ഇങ്ങനെ ലേബൽ ചെയ്യുമ്പോൾ ആ ലേബലിന് ലോകത്തിൻ്റെ ശക്തിയേക്കാൾ ശക്തിയുണ്ട്. ദൈവത്തിന് ബലഹീനതയൊന്നുമില്ല, ദൈവം ഭോഷത്തരം കാണിക്കുന്നില്ല. ലോകം അതിനെ ഭോഷത്തരമായിട്ട് കാണുമ്പോൾ ആ ഭോഷത്തരമായിട്ട് കാണുന്ന കാര്യത്തിന് മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ ഉന്നതമായിട്ടാണ് നിൽക്കുന്നത്. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദിസ് വേഴ്സ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ രണ്ട് ലെസൺസ് നമുക്ക് ചുരുക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. നമ്പർ 1, റിമെമ്പർ ദാറ്റ് ഹ്യൂമൻ വേർഡ്സ് ഓഫ് വിസ്ഡം ആൻഡ് എലക്വൻസ് ആൻഡ് കരിസ്മ ആർ ഗുഡ് തിങ്സ് ഇൻ ഇറ്റ്സെൽഫ്. നമ്മളുടെ വാക്ചാതുര്യം, ജ്ഞാനം, എന്താ പറയുക, വ്യക്തിപ്രഭാവം, ഇതൊക്കെ അതിൽ തന്നെ നല്ല കാര്യങ്ങളാണെങ്കിലും ക്രൂശിൻ്റെ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയും ജ്ഞാനവും ഇതിന് പകരം വെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. യു കാൻ റീപ്ലേസ് ദം വിത്ത് ദിസ്. ക്രൂശിൻ്റെ ശക്തിക്കും ജ്ഞാനത്തിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്, സ്ഥാനമുണ്ട്. അതിന് പകരം വെക്കുവാൻ ഇത് വെച്ച് നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, ഈ കൊരിന്ത്യ വിശ്വാസികൾക്ക് പ്രാസംഗികരുടെ വാക്ചാതുര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് അപ്പോലോസിൻ്റെയോ കേഫാവിൻ്റെയോ പൗലോസിൻ്റെ വാക്ചാതുര്യം കേട്ട എല്ലാവരും വിശ്വാസികളായിട്ടില്ല. വാക്ചാതുര്യമാണ് എല്ലാവരും വിശ്വാസത്തിൽ കൊണ്ടുവന്നതെങ്കിൽ അപ്പോലോസ് പ്രസംഗിച്ച എല്ലാവരും എന്താവണം?
വിശ്വാസികളാണ്, അല്ലേ? അത് നടന്നിട്ടില്ലല്ലോ. No amount of eloquence or wisdom about the gospel convinces an unbeliever. നമുക്ക് എത്ര വാക്ചാതുര്യം ഉണ്ടെങ്കിലും ഒരു അവിശ്വാസിക്ക് ഒരു കൺവിഷൻ കൊടുക്കാൻ നമ്മളുടെ വാക്കുകളുണ്ട് സാധ്യമല്ല. അത് ദൈവം തന്നെ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. In fact, a vast majority of these believers became saved when they heard the gospel from Paul, who wasn't as eloquent as the others whom they are obsessed with. ഒരു കണക്കിൽ നോക്കിയാൽ ഈ സഭയിൽ 1.5 വർഷം പൗലോസ് താമസിച്ച് പ്രവർത്തിച്ചതിന് ശേഷമാണ് പിന്നീട് അപ്പൊല്ലോസ് വരുന്നത്, പിന്നീട് കേഫ വരുന്നത്. അപ്പോൾ ഈ സഭയിൽ ഭൂരിഭാഗം പേരും വിശ്വാസത്തിൽ വന്നത് പൗലോസിൻ്റെ വാക്കുകൾ കേട്ടാണ്. ഓക്കെ, പൗലോസിൻ്റെ വാക്കുകൾ കേട്ടിട്ട് വന്നവരായതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി നോട്ട് ഇൻ ഹ്യൂമൻ എലക്വൻസ് ഓർ വിസ്റ്റം. ആത്യന്തികമായിട്ട് ഇത് മനുഷ്യൻ്റെ വാക്ചാതുര്യത്തിലോ ജ്ഞാനത്തിലോ അല്ല ആയിരിക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് ദ ഗോസ്പൽ ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് സ്ട്രോങ്ങർ ആൻഡ് വൈസർ ദൻ ഓൾ വാട്ട് മാൻ ഹാസ്. മനുഷ്യനുള്ളതിനേക്കാളും അധികം ശക്തി ഈ സന്ദേശത്തിനുണ്ട്. നോ, ഡസ് ദാറ്റ് മീൻ ഹ്യൂമൻ സ്കിൽസ് ആർ യൂസ്ലെസ്? സുവിശേഷത്തിന് ശക്തിയുണ്ട്, അതിനർത്ഥം നമ്മളുടെ ശക്തി, നമ്മളുടെ കഴിവുകൾക്ക് ഒരു പ്രാധാന്യമില്ലെന്നാണോ? അല്ല. ഡസ് ദാറ്റ് മീൻ ഗോഡ് ഓൺലി പ്രിഫേഴ്സ് ദോസ് ഹു ആർ ലെസ് സ്കിൽഡ്? ഒരു കഴിവ് പോലും ഇല്ലാത്തവരെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ എന്നുണ്ടോ? അങ്ങനൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ പലർക്കുമുണ്ട്. അതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളിൽ പണ്ട് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസിനെ അവർ എൻജിനീയറിങ്ങിനും MBBS-നൊക്കെ വിടും. വലിയ കഴിവില്ലാത്തവരെ കൊണ്ട് വിടും സുവിശേഷകനാണ്, ബൈബിൾ കോളേജിലേക്ക് വിടും പഠിക്കാൻ. So that just tells you how we think about ourselves. Okay? ദൈവം എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരെയും ഉപയോഗിക്കും. മീൻപിടുത്തക്കാരെ ഉപയോഗിക്കും, പൗലോസിനെ പോലെ പഠിത്തമുള്ളവരെ ഉപയോഗിക്കും, എല്ലാ ടൈപ്പിനും ഉപയോഗിക്കും. ഈ കഴിവുകളെല്ലാം ദൈവം നൽകിയിട്ടുള്ള കഴിവുകളാണ്, അല്ലെന്ന് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. പൗലോസിൻ്റെ പഠിത്തം, അപ്പോലോസിൻ്റെ വാക്ചാതുര്യം, ഇതെല്ലാം ദൈവം നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. We need to use them within the framework of how God sees them. ദൈവം കാണുന്ന വീക്ഷണത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുവാൻ. ദൈവത്തിൻ്റെ സന്ദേശത്തിന് പകരമായിട്ടല്ല, അതിൻ്റെ ഒരു മൗത്ത് പീസായിട്ട് മാത്രം. See, application ആയിട്ട് all of our skills that we possess must be used to put the crucified Christ to the forefront. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മുന്നിൽ നിർത്താനായിരിക്കണം നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മളെ മുന്നിൽ നിർത്താനല്ല. See, we must never trade the power of the gospel for these skills. ഈ കഴിവുകളെ മുന്നിൽ നിർത്തി സന്ദേശത്തെ പുറകിലേക്ക് ആക്കാനല്ല നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ശുശ്രൂഷ രംഗത്ത് അനേകം പേർക്ക് ഒരു അപകർഷതാബോധമുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് കഴിവുള്ള ശുശ്രൂഷകന്മാർ ഉള്ളപ്പോൾ അധികമൊന്നും കഴിവില്ലാത്ത ആൾക്കാർ ദേ ഫീൽ ഇൻഫീരിയർ. ഓക്കെ, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് പ്രസംഗവും പാട്ടും എല്ലാം കഴിവുള്ള ഒരാൾ ഉണ്ടായിരിക്കും അവിടെ. മറുവശത്ത് അധികം എന്താ പറയുക, ലൈം ലൈറ്റിൽ പ്രസൻറ്റബിൾ അല്ല എന്ന് സ്വയം തോന്നുന്ന ചിലരുണ്ടാവും. See, especially when you see that people don't prefer to listen attentively to you because of your apparent lack of communication or language skills, you will be discouraged. മറ്റൊരു വ്യക്തിക്കുള്ള മലയാളത്തിലെ സ്ഫുടത ചിലപ്പോൾ മറ്റു ചിലർക്കുണ്ടാവില്ല. അപ്പോൾ ഒരു മലയാളി സമൂഹത്തിലായിരിക്കുമ്പോൾ ഒരു സമയം വരെ എന്നെപ്പോലുള്ള ആൾക്കാർ ഒരു മിസ്ഫിറ്റായിട്ട് സ്വയം തോന്നിപ്പോകാറുണ്ട്. നമ്മളുടെ കഠിന പ്രയത്നത്തെ ഒന്നും ആരും അംഗീകരിക്കുന്ന പോലും ഇല്ലാത്ത രീതിയിലുള്ള എന്താ പറയുക ഡിസ്റിഗാർഡ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെയും ഗോൾഡിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കേരളത്തിന് വെളിയിലായതുകൊണ്ടും എങ്ങനെയൊക്കെ ഞങ്ങൾ കേരളത്തിലായി പോയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സാധാരണഗതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ബ്രോക്കൺ മലയാളത്തിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത നല്ല സ്ഫുടതയുള്ള മലയാളത്തിൽ കേൾക്കുന്നതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
ഒരു അപഹർഷതാബോധം ഉണ്ടാവും, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. സോ ഇത് എന്നോട് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ടേക്ക് ഹാർട്ട് ഫ്രം ദ ഫാക്ട് ദാറ്റ് ദ മെസ്സേജ് യു ആർ ഇൻട്രസ്റ്റഡ് ഇറ്റ് സെൽഫ് ഇസ് പവർഫുൾ. എനിക്ക് പരിമിതികളുണ്ടെങ്കിലും ഞാൻ സംസാരിക്കുന്ന സുവിശേഷത്തിന് പരിമിതികളില്ല. അതിന് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ശക്തി കൂടുതലുണ്ട്. ടേക്ക് ഹാർട്ട് ഫ്രം ദ ഫാക്ട് ദാറ്റ് എവരി വൺ ഹു കംസ് ടു ഫെയ്ത്ത് ഡസ് സോ ഡ്യൂ ടു ദ പവർ ഓഫ് ഗോഡ്. മാനുഷിക കഴിവുകൾ കൊണ്ടല്ല, ദൈവിക ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ജനം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ആശ്വാസം ഞാൻ കണ്ടെത്തണം. Take heart of the fact that you have something that the world couldn't find with all its philosophies and wisdom, the gospel of Jesus crucified. ലോകത്തിന് അതിൻ്റെ തത്വജ്ഞാനത്താലും ജ്ഞാനത്താലും ഒന്നും പ്രാപിക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ട്, എനിക്കുണ്ട് എന്നുള്ളത് കണ്ടിട്ട് ആശ്വസിക്കുക. എന്താണത്? ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ സുവിശേഷം. ഡു യുവർ ബെസ്റ്റ് ടു ഫെയ്ത്ത്ഫുള്ളി ഷെയർ ദിസ് വിത്ത് ദ വേൾഡ് അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്തോട് എത്രയും വിശ്വസ്തയോടെ പറ്റുമോ അത്രത്തോളം വിശ്വസ്തയോടെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇത് ചെയ്യുവാൻ നിങ്ങൾ പുറപ്പെടുക. സീ യുവർ ലാക്ക് or apparent lack of skills as a means or an opportunity to rely completely on God to give the results that He desires in ministry. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യത്തിൽ ബ്രൈറ്റ് അല്ലായിരിക്കാം, പക്ഷേ ആ കഴിവില്ലായ്മയെ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതൊരു അവസരമായിട്ട് കാണണം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ളൊരു അവസരം. നല്ല കഴിവുള്ള ഒരാൾ പലപ്പോഴും ദൈവത്തോട് ആശ്രയമില്ലാതെയാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. എല്ലാവരും അല്ല, ചിലർ. എന്നാൽ കഴിവില്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ഓക്കെ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം തരുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതിനുള്ള മുഖാന്തരമായിട്ട് എന്താ തീരുന്നത്? എൻ്റെ പരിമിതമായിട്ടുള്ള കഴിവുകളാണ് മുഖാന്തരമായിട്ട് തീരുന്നത്. സി, ദിസ് ഷുഡ് ബി ഡൺ so that at the end of your life you and everyone who benefited from your ministry give complete glory to God. ഇതെന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാനും എൻ്റെ ശുശ്രൂഷയിൽ ബെനിഫിറ്റ്സ്, പ്രയോജനം ഉണ്ടായ വ്യക്തികൾ ആത്യന്തികമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നാം ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശുശ്രൂഷകനാണ് പൗലോസ്. അല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. കേഫാവിൻ്റെയും അപ്പൊല്ലോസിൻ്റെയും സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഫാൻസ് കൂടി വരുമ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പൗലോസിന് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളപ്പോൾ പൗലോസ് ഇതാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ ഇതുകൊണ്ട് തീരുന്നില്ല. 1-ാമത്തെ അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെ നമുക്കിതിൻ്റെ ബാക്കി ശ്രദ്ധിക്കാം അടുത്തൊരു അവസരത്തിൽ. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം.